നിക്ഷേപം അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. ഈ ഭൂമിയിൽ ജീവിച്ച വിശുദ്ധരൊക്കെ അവർ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെച്ച് ജീവിച്ചവരാ അല്ലേ. അപ്പോൾ അവരുടെ ഹൃദയം മൊത്തം അങ്ങോട്ടേക്കായിരുന്നു, ഈശോയിലേക്ക് അടുത്തടുത്തടുത്ത്. ലാസ്റ്റ് നമ്മുടെ ന്യൂജൻ പുണ്യാളം വരെ അല്ലേ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചു. പരിശുദ്ധ കുർബാന എത്ര സ്നേഹിച്ചു. പരിശുദ്ധ കുർബാന മുടക്കാതെ, ഒരു ദിവസം പോലും കുർബാന മുടക്കാതെ പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ച് അന്ന് ഈ ലോകത്തിൻ്റെതായ എല്ലാ മോഹങ്ങളിലൂടെയും ലോകത്തിലെ എല്ലാ എന്താ പറയുക എല്ലാ കാലഘട്ടത്തിലൂടെയും കടന്നുപോയ ഒരു മകനായിരുന്നു അല്ലേ കാർലോ അക്വിറ്റസ്. വളരെ ചെറുപ്പത്തിൽ തന്നെ, അതും ഇൻ്റർനെറ്റിൻ്റെ പ്രചാരണ സമയത്തൊക്കെ ഈ ലോകത്ത് ജീവിച്ചിരുന്നതും ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിരുന്നതും വളരെ ഫാഷനബിളായിട്ട് വസ്ത്രം ധരിച്ചിരുന്നതും യാത്രകൾ ഇഷ്ടപ്പെട്ടിരുന്നതും പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ചിരുന്നതോടൊപ്പം തന്നെ പരിശുദ്ധ കുർബാനയെയും സ്വർഗത്തെയും സ്വർഗീയ പിതാവിനെയും സ്നേഹിച്ചിരുന്ന മറ്റുള്ളവർക്കത് പറഞ്ഞു കൊടുക്കാനായിട്ട്, നാളേക്കൊരു കരുതലായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് വേണ്ടി കൂടി പ്രയത്നിച്ച് മരിച്ച് ഭൂമിയിൽ നിന്ന് മരിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് ഇന്ന് വിശുദ്ധ പദവിയിലെത്തി നിൽക്കുന്ന പുണ്യാളനാണ് അല്ലേ. അപ്പോൾ നമുക്ക് വിശുദ്ധ കാർലോ അക്വിറ്റസിനെ പോലെ ആവണം ഓരോരുത്തരും എന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വിശുദ്ധ അൽഫോൻസാമയെ പോലെ ആകണം ഓരോരുത്തരും എന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ഈവൻ ഇപ്പോൾ ഞാനാണെങ്കിൽ കൂടെ നമ്മൾ പല ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളും മാനുഷികമായ നിലയിലൊക്കെ ചിന്തിച്ചു പോകുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടാവില്ല എന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ജഡിക മനുഷ്യരാണ്. പക്ഷെ അതിൽ മറികടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പ്രാർത്ഥന വേണം, നമുക്ക് ദൈവത്തിൻ്റെ സഹായം വേണം, നമ്മളെപ്പോഴും ദൈവത്തോട് കൂടെ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കിതെല്ലാം നേടിയെടുക്കാനും കൂടെ പറ്റുള്ളൂ കേട്ടോ. സ്വർഗത്തിലെ നിക്ഷേപം നമുക്ക് കരുതി വയ്ക്കണമെങ്കിൽ നമ്മളെപ്പോഴും സ്വർഗസ്ഥനായ പിതാവിൻ്റെ കട്ട ഫാൻസ് ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഓബ്വിയസ്ലി നമുക്കറിയാലോ, നമുക്ക് ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് പണം വേണം, വാഹനം വേണം, ഭവനം വേണം, നല്ല ജോലി വേണം. ഇതൊക്കെ ഈശോയ്ക്കറിയാം. ഇതൊക്കെ നമ്മുടെ ബേസിക് നീഡ്സാണ്. ഇതെല്ലാം നമുക്ക് ഈശോ നൽകുന്നുണ്ട്, ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമുക്ക് നൽകുന്നു. പക്ഷെ നമുക്ക് ഈ ലഭിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നമ്മൾ നന്മയിലേക്ക്, അതായത് മറ്റുള്ളവരെ കൂടെ എൻ്റെ ഒപ്പം കൂട്ടി, അല്ലെങ്കിൽ ഞാൻ കണ്ട ഈശോയെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിച്ചെങ്കിൽ അത് എനിക്ക് വേണ്ടി കരുതുന്ന എൻ്റെ സ്വർഗീയ നിക്ഷേപമാണ്. ഞാൻ പറയുന്ന പോയിന്റ് മനസ്സിലാകുന്നുണ്ട്. അതായത് എൻ്റെ രക്ഷ മാത്രമല്ലല്ലോ ഞാൻ നേടേണ്ടത്, ഞാൻ രക്ഷപ്പെടണം. എൻ്റെ കൂടെ ഒരാത്മാവിനെങ്കിലും നേടാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ അത് ഞാൻ ഈശോയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റായിരിക്കും. എനിക്ക് എപ്പോഴും ഈ യഥാർത്ഥ നിശ്ചയം, ഇപ്പോൾ ഈ വചനം വായിക്കുമ്പോൾ എനിക്കെപ്പോഴും ഈശോ ഉപമകളിലൂടെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ, പല ഉപമകളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഉപമകളിൽ